വെൽക്കം ടു സ്റ്റോറി മങ്ക്. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിനെ ഒരു വർഗീയമായ കാഴ്ചപ്പാടോടുകൂടി ആ അധികാരത്തെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BJP അവരുടെ സാമൂഹ്യ മാധ്യമ ശൃംഖല വഴി ഇത് മുസ്ലിം ലീഗ് തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ്, മുസ്ലിം ലീഗ് ആയിരിക്കും ഇനി അങ്ങോട്ട് 5 വർഷം കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന പ്രചരണം വലിയ തോതിൽ അഴിച്ചുവിട്ടിരിക്കുന്നു. അതിനൊപ്പം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹം 2 ദിവസങ്ങളിലായി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ലീഗാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചത് എന്ന ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമം നേരത്തെ മുതൽ തന്നെ കേരളത്തിൽ സജീവമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ CPM പോലും, CPMൻ്റെ മുതിർന്ന നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും CPMൻ്റെ മറ്റ് നേതാക്കളുമൊക്കെ അതിനോട് മൗനം അവലംബിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ച ഭരണമാറ്റത്തിന് ശേഷവും കേരളത്തിൽ സംഭവിക്കുമോ? ഇതിനോട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ശ്രമത്തിനോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല എന്ന വളരെ ശക്തമായ ഒരു സ്റ്റാൻഡ് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു വർഗീയമായ വിഭജനം ലക്ഷ്യമിട്ടുള്ളൊരു പ്രചരണം സാധാരണഗതിക്കൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, ആ സർക്കാരിൻ്റെ പോളിസി എന്തൊക്കെയാണ്, അതിന് ശേഷമായിരിക്കും അതിനെ വിശകലനം ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാവുക, അതിനോട് വിമർശന ബുദ്ധിയോടുകൂടെ പ്രതികരിക്കാനുള്ള ശ്രമം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഇതൊരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ ആ സർക്കാരിൻ്റെ സ്വഭാവം അത് ഈ വിധത്തിലായിരിക്കും. മുസ്ലിം ലീഗാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്, ഇനിയും അങ്ങോട്ട് മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ പേര് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ പാർട്ടിയെ ലേബലാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ട് ഒരു മുസ്ലിം കൺസോളിഡേഷനുള്ള ഭരണമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള മട്ടിലുള്ളൊരു പ്രചരണം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് വർഗീയമായ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചരണം വളരെ ശക്തമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് BJPക്ക് കേരള നിയമസഭയിൽ 3 അംഗങ്ങൾ ഉള്ള സാഹചര്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് തുടർന്ന് അങ്ങോട്ട് ഇതായിരിക്കും കേരളത്തിലുണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന മണിക്കൂറുകൾ മുതൽ ഇങ്ങോട്ട് നമുക്കിത് കാണാം. യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് അതിൽ ആരൊക്കെയാണ് വിജയിച്ചത് എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം പുറത്തേക്ക് വന്ന ഡാറ്റ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ട് എന്ന ആ ഡാറ്റയാണ് ആദ്യം പുറത്തു വന്നത്. ഹിന്ദുക്കൾ നിയമസഭയിൽ ന്യൂനപക്ഷമായിരിക്കുന്നു എന്ന മട്ടിൽ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 1-2 സീറ്റുകളിൽ എണ്ണം കൊണ്ട് ചിലപ്പോൾ ആളുകളുടെ പേര് വെച്ച് നമ്മൾ മതം തിരിച്ച് കാണുകയാണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ക്രൈസ്തവ പേരുള്ള MLAമാരുടെ എണ്ണം മുൻ സഭകളേക്കാൾ കൂടിയിട്ടുണ്ട്. മുസ്ലിം MLAമാരുടെ എണ്ണവും 32-ൽ നിന്ന് 35 മുസ്ലിം MLAമാർ എന്ന് നമ്മൾ പറഞ്ഞു. മുസ്ലിം പേരുള്ള MLAമാരുടെ എണ്ണം 32-ൽ നിന്ന് 35 മറ്റോ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ നിർണ്ണയിക്കുന്ന പല 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 ഘടകങ്ങളുണ്ടാകും. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ നിർണ്ണയിച്ചത് BJPയുടെ ക്യാമ്പയിനോടൊപ്പം തന്നെ CPIMൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു മതേതര ഒരു പ്രചാരണത്തിൻ്റെ സ്വഭാവം വിട്ട് മുസ്ലിം ലീഗിനെ പ്രതി ഒരു മുസ്ലിം വിരുദ്ധത തന്നെ സൃഷ്ടിച്ചെടുക്കാനും ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനും CPIM തന്നെ ശ്രമിച്ചു എന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ കേട്ടതാണ്. ആ ഒരു ബലത്തിലാണെന്ന് തോന്നുന്നു BJP തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത് മുതൽ ഇങ്ങോട്ട് UDF ജയിച്ചു, മന്ത്രിസഭ ഫോം ചെയ്യും എന്നുറപ്പായത് മുതൽ ഇങ്ങോട്ട് ഈ മന്ത്രിസഭ മുസ്ലിം ലീഗിൻ്റേതാണ് എന്ന പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. അതിൽ VD സതീശനും KC വേണുഗോപാലും തമ്മിൽ ആരാവണം മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി നടന്ന ആ ഒരു 10 ദിവസത്തെ തർക്കവും യഥാർത്ഥത്തിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താണ് ആ അവസരത്തെ ഉപയോഗപ്പെടുത്തി വേണുഗോപാൽ അവർക്ക് സ്വീകാര്യനാവുകയും VD സതീശൻ സ്വീകാര്യനല്ലാതാവുകയും ചെയ്തു. VD സതീശനെ ആക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്ന പ്രചാരണമാണ് BJPയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. യഥാർത്ഥത്തിൽ VD സതീശൻ ജമാഅത്ത് ലീഗ് മുഖ്യമന്ത്രിയാണ് എന്ന ഒരു നെറേറ്റീവ് തുടക്കം മുതൽ തന്നെ
അങ്ങനെ ഒരു പ്രചാരണം തുടങ്ങാനും അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാനുമുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത്. ഇതിനർത്ഥം ഇനി അങ്ങോട്ട് ലീഗ് ഭരണത്തിൽ പങ്കാളികളാവുകയും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ എന്ന കാര്യം ഉറപ്പാണ്. അത്തരമൊരു മന്ത്രിസഭയ്ക്ക് നേരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള വലിയ ഒരു കമ്മ്യൂണൽ സ്വഭാവമുള്ള ക്യാമ്പയിൻ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രിലൂഡാണ് നമ്മൾ ഈ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പം ലീഗിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് 2011 മുതൽ 2016 വരെയുള്ള UDF മന്ത്രിസഭയുടെ കാലത്ത് ലീഗിന് അതുവരെ ഉണ്ടായിരുന്ന 4 മന്ത്രിസ്ഥാനങ്ങൾ എന്നുള്ളതിന് പുറമെ ഒരു മന്ത്രിസ്ഥാനം കൂടെ നൽകിയ ഘട്ടത്തിലുണ്ടായ വലിയ ക്യാമ്പയിൻ നമ്മളുടെ മുമ്പിലുണ്ട്. അതായത് 5ാം മന്ത്രിസ്ഥാനം ലീഗിന് നൽകി എന്നുള്ളത് എന്തോ വലിയ അപരാധമായി അന്ന് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഇത് മുസ്ലിം ലീഗിന് കീഴ്പ്പെടുകയാണ്, മുസ്ലിം ലീഗാണ് ഭരണം നിയന്ത്രിക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്നുള്ള മട്ടിലുള്ള വലിയ പ്രചാരണം അന്നുണ്ടായിരുന്നു. ആ പ്രചാരണത്തിൻ്റെ തുടർച്ചയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനോട് എക്കാലവും അടുത്ത് നിന്നുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് വലിയൊരു അകൽച്ച ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് മുൻപ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അമീർ കുഞ്ഞാലിക്കുട്ടി ഹസൻ എന്ന് പറയുന്ന ഒരു കോയിനേജ് നടത്തുന്നത്. ഇതും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ധ്രുവീകരണത്തിനുള്ള ശ്രമം വിജയിച്ചതിൻ്റെ ഒരു ചരിത്രം, ഇലക്ട്രലി വിജയിച്ചതിൻ്റെ ഒരു ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. അതുകൂടെ കണക്കിലെടുത്തായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ BJP മുന്നിൽ നിന്ന് ഈ പ്രചരണം ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആ പ്രചരണം ബഷീർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതായത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ലീഗ് നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള മട്ടിലുള്ളൊരു പ്രചരണം കേരളത്തിൽ അതിനു മുമ്പേ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ലീഗ് നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനം വരിക എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ലീഗ് UDFലെ 2ാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ലീഗ് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിജയം, 2006 ഒഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിജയം നേടിയൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുമാത്രമല്ല, മുസ്ലിം ലീഗ് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടർമാരും മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, മറ്റ് ജനവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുമുണ്ട്. അവരുടെ വോട്ട് കൂടെ UDFന് കിട്ടിയിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മാത്രം പ്രതിനിധികളായിട്ടല്ല മുസ്ലിം ലീഗിൻ്റെ MLAമാർ നിയമസഭയിലേക്കോ മന്ത്രിസഭയിലൊക്കെ എത്തുന്നത്. അവർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് എത്തുന്നത്. ആ നിലയ്ക്ക് അവർ ഭരണത്തെ നിയന്ത്രിക്കുകയോ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുകയോ ആ സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ നിശ്ചയിക്കുകയോ ചെയ്യുന്നതിൽ വലിയ അപാകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, മുസ്ലിം ലീഗ് അതങ്ങനെ ആയിരിക്കെ ഇങ്ങനൊരു പ്രചരണം കൊണ്ടുവന്നുകൊണ്ട് വലിയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ളൊരു ശ്രമം തുടങ്ങി വച്ചിരിക്കുന്നു. ഇവിടെ ഒരു ക്രൈസിസ് ഉള്ളത്, LDF പ്രതിപക്ഷത്തുണ്ട്, 3 BJP അംഗങ്ങൾ അവിടെയുണ്ട്. ഇതിനെ ഇടതുപക്ഷം എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. BJP ഇല്ലാത്ത ഒരു സഭയിൽ, അല്ലെങ്കിൽ BJPക്ക് ശുഷ്കമായ പ്രസൻസ് മാത്രമുള്ള ഒരു സഭയിൽ ഇത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ BJPക്ക് നല്ല വോയിസ് ഉണ്ടാവും അടുത്ത നിയമസഭയിൽ. അവിടെ ഇത്തരം ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ CPM ആയിരിക്കും പ്രധാനമായും ബുദ്ധിമുട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അതിൽ ഒരു ചെറിയ വിയോജിപ്പ് എനിക്കുള്ളത്, മുസ്ലിം ലീഗ് ആണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക സ്വഭാവമുള്ള സംഘടനകൾക്കാണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രാമുഖ്യം കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മറുപ്രചാരണങ്ങൾക്കത് വലിയ തോതിലുള്ള ഇന്ധനം നൽകും എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് അധികാരം ഒരു പ്രൊപ്പോർഷൻ അപ്പുറത്തേക്ക് കേന്ദ്രീകരിക്കാതിരിക്കുക എന്നതും യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കാര്യമാണ് എന്ന് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് എങ്ങനെയെല്ലാം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അതൊരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ വികസനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുമുള്ള ഒരു കാഴ്ചപ്പാട് എന്ന മട്ടിലെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പൊതുസമൂഹം എന്ന നിലയിലുള്ള വലിയ വിശാലമായൊരു കാഴ്ചപ്പാട്, ഒരു വിഷൻ ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള ഒന്ന് നമ്മൾ കണ്ടിട്ടില്ല. പൊതുവായി സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്കൊരു ഗാർഡ് ചെയ്യുക എന്ന
പ്രയോറിറ്റിയാണ് ലീഗ് സാധാരണ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഒരു സമുദായ സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ ലീഗിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രാതിനിധ്യം ഉണ്ടാകുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ പ്രാതിനിധ്യം അത് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ലീഗിലൂടെ മാത്രമായി തീരുന്നത് നല്ലതല്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലീഗിലൂടെ മാത്രമായൊരു മുസ്ലിം പ്രാതിനിധ്യം എന്നത് ഉണ്ടാകാൻ പാടില്ല. കാരണം അപ്പോഴേക്കും അത് സാമുദായികമായ ഒരു എതിർ ക്യാമ്പയിനിലേക്ക് നയിക്കും. അതൊരു അത്ര നല്ല ഒരു അന്തരീക്ഷമല്ല. സാമുദായികമായ എതിർ ക്യാമ്പയിനിലേക്ക് നയിക്കും എന്നുള്ളത് അതൊരിക്കലും മുസ്ലിം ലീഗിൻ്റെ ബാധ്യതയല്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് UDFൻ്റെ ഭാഗമായി ഏതാണ്ട് 50 കൊല്ലമായി UDFൻ്റെ ഭാഗമായ പാർട്ടിയുണ്ട്. UDFൻ്റെ ഭാഗമായിട്ടാണ് അവർ മത്സരിക്കുന്നത്. പല ഘട്ടങ്ങളിൽ അവർ ഒരുമിച്ച് ജയിച്ചു വന്നിട്ടുണ്ട്. പല മന്ത്രിസഭകളിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് മുസ്ലിം ലീഗ് മാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിലനിർത്തേണ്ട ഒരു സംഗതി മാത്രമൊന്നുമല്ലല്ലോ ഈ സാമുദായികമായ പ്രശ്നം എന്ന് പറയുന്നത്. അവർ സ്വാഭാവികമായി ജയിച്ചു. ഇപ്പോൾ 2011 സിനാരിയോ നമ്മളെടുക്കുക. 5 മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് അന്ന് 20 MLA എന്നാണ് എൻ്റെ ഓർമ്മ. കോൺഗ്രസ്സിന് 38 MLA ഉണ്ടായിരുന്നുള്ളൂ. ഈ 38 MLA കോൺഗ്രസ്സിന് 10-11 മന്ത്രിസ്ഥാനങ്ങളുണ്ടായിരുന്നു. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും 20 MLA ഒരു പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം കൂടുതൽ വേണം എന്ന് അവർ ചോദിക്കുന്നത് അതൊരു സമുദായികമായ എന്തെങ്കിലും അല്ലെങ്കിൽ സാമുദായികമായ എന്തെങ്കിലും ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു സ്റ്റേക്ക് ഞങ്ങൾ റേസ് ചെയ്യുന്നു എന്നുള്ള മട്ടിൽ അതിനെ കാണാൻ നമുക്ക് സാധിക്കാതെ വരുന്നതുകൊണ്ടുകൂടിയാണല്ലോ. അത് ശരിയാണ്, ആ ആസ്പെക്ട് അതിൽ ശരിയാണ്. പക്ഷേ അതിന് നേരെ തിരിച്ച് ഈ വർഷത്തേക്ക് എടുത്താൽ, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് എടുത്താൽ 63 സീറ്റുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. സ്വന്തമായി 63 MLA കോൺഗ്രസ് വിജയിപ്പിച്ചിട്ടുണ്ട്. 22 സീറ്റ് മുസ്ലിം ലീഗ് നേടിയിട്ടുണ്ട്. അതും അതിൻ്റെ ടാലി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന് നേരത്തെ നിശ്ചയിച്ച 5 മന്ത്രിമാർ എന്നത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതുപോലെയാണ്. 5 മന്ത്രിമാർ ലീഗിന് എന്നത് യഥാർത്ഥത്തിൽ അവിടെയും പ്രപ്പോർഷൻ്റെ പ്രശ്നം വരേണ്ടതാണല്ലോ. സ്വാഭാവികമായും ജയിച്ചു വരുന്ന MLA പ്രപ്പോർഷൻ അനുസരിച്ചാണല്ലോ വേണ്ടത്. അവിടെ പക്ഷേ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ എന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതുപോലെ തോന്നുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ അവിടെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സിന് 63 MLA എന്ന് പറയുമ്പോൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള കോൺഗ്രസ് MLA ജയിച്ചു വരുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് പാർട്ടിയുടെ ഗ്രൗണ്ടിലുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ മർമ്മം. അതായത് മുസ്ലിം പ്രാതിനിധ്യം എന്നത് മുസ്ലിം ലീഗ് വഴി മാത്രമാകാൻ പാടില്ല. അതല്ലെങ്കിൽ UDF വിജയിക്കുന്നു എന്നത് മുസ്ലിം ലീഗ് വഴി സംഭവിക്കുന്ന ഒരു കാര്യമാകാൻ പാടില്ല. കോൺഗ്രസ്സിന് ഇത്രയും വലിയ MLA എണ്ണം ഉണ്ടാകുമ്പോഴും ആ ഒരു അനുപാതം കോൺഗ്രസ്സിന് പുലർത്താൻ പറ്റുന്നില്ല എന്നത് ഒരു പ്രശ്നമാണ് എന്നെനിക്ക് തോന്നുന്നു. അതായത് നേരത്തെ നിശ്ചയിക്കപ്പെട്ട അവകാശം പോലെ 5 മന്ത്രിസ്ഥാനം എന്നതിൽ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷമാണ് അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകേണ്ടത്. പക്ഷേ ലീഗിൻ്റെ കാര്യത്തിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ടതുപോലെ തോന്നുന്നു. അതിനെ ആ ഒരു സാഹചര്യത്തെ കമ്മ്യൂണലായി ദുരുപയോഗം ചെയ്ത് ഒരു അന്തരീക്ഷം കലുഷമാക്കാൻ അപ്പുറത്ത് ശ്രമവും ഉണ്ടാകുന്നു. അല്ലെ, ആ ശ്രമം അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെയും ഞാൻ ചോദിക്കുന്നത് അതിന് നമ്മൾ എങ്ങനെയാണ് ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ്. ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയല്ല, രാഷ്ട്രീയമായി ഒരു സന്തുലിതാവസ്ഥയ്ക്ക് അതത്ര നല്ലതല്ല എന്നതാണ്. അപ്പം മുസ്ലിം പേരുള്ള അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് MLA കോൺഗ്രസ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയെല്ലാം അത് മാനേജ് ചെയ്യപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ വേണം അത് ചെയ്യാൻ. അതിന് പകരം മുസ്ലിം സമൂഹത്തിൻ്റെ സോൾ റെപ്രസെൻറ്റേറ്റീവ് മുസ്ലിം ലീഗായിത്തീരുന്നു എന്ന സാഹചര്യം രാഷ്ട്രീയമായി അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ലീഗിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ലെജിറ്റിമസിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല, പക്ഷേ അത് ഒരു സന്തുലിതാവസ്ഥയെ അന്തരീക്ഷത്തെ തകർക്കുന്ന വിധത്തിലാകും എന്ന കാര്യം അതാണ് നമ്മൾ കാണുന്നത്. അതിനെ ദുരുപയോഗം ചെയ്യാനോ അതിനെ വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാനോ വലിയ ശ്രമങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്നും ലീഗിൻ്റെ നേതാക്കളുടെ മാത്രമല്ല, ഇപ്പോൾ മന്ത്രിമാരായി വരുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ലീഗിൻ്റെ സാധാരണ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഏത് വാക്കുകളും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടും. സാധാരണ ലീഗ് അണികളുടെ പ്രകടനം പോലും പ്രശ്നമാകും. ലീഗിനാവട്ടെ ഒരു പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ പെരുമാറുന്ന അണികൾ കുറച്ചധികമുണ്ട് താനും. ഇപ്പോൾ ഉദാഹരണത്തിന് തവനൂരിലെ പ്രകടനത്തിൻ്റെ കാര്യം എടുത്തു നോക്കൂ.
ഒരു സിവിലൈസ്ഡായ ഒരു സൊസൈറ്റിയിൽ ഒരു മൃഗത്തിൻ്റെ തല കുത്തിപ്പിടിച്ചുള്ള പ്രകടനം എന്നത് ചിന്തിക്കാൻ പറ്റില്ല. അതെ, അത് ചിന്തിക്കാനേ പറ്റില്ല. അതൊരു ലീഗിന് അതിനെ തടയാനും പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ തൊടുപുഴയിൽ നടന്ന പ്രകടനം ലീഗ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കായംകുളത്തെ മുൻ എം എൽ എക്കെതിരെ പ്രചാരണം നടത്തിയ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ലീഗ് നേതാവിനെ ഒരു തരത്തിലും സമയം നഷ്ടപ്പെടാതെ അവർ പുറത്താക്കി, അന്ന് സ്ഥാനത്ത് നിന്ന് നീക്കി. തൊടുപുഴയിലെ യൂത്ത് ലീഗ് കമ്മിറ്റി അവർ സസ്പെൻഡ് ചെയ്തു. ഇതെല്ലാം ലീഗ് ചെയ്യുന്നുണ്ട്, ലീഗ് ഇതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലീഗ് അണികളിൽ ഒരു വിഭാഗം ഇപ്പോഴും നേതൃത്വത്തിൻ്റെ ഇതിനോട് മനസ്സിലാക്കുന്നവരല്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് പ്രതികരണം. ആ കാര്യത്തിൽ നിയന്ത്രിക്കാൻ ലീഗിന് പറ്റുന്നില്ല. പല ഘട്ടങ്ങളിലും എനിക്കിതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയത് തവനൂരിലെ ഈ പ്രകടനമാണ്. ഞാൻ അതിലെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചാലും ഇതിൻ്റെ ഈ എതിർ ക്യാമ്പയിൻ്റെ സാധ്യത എന്നതുപോലും ഗ്രൗണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന അന്തരീക്ഷം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. റൈറ്റ്, അതങ്ങനെ ഉണ്ടായിരിക്കെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ CPM അല്ലെങ്കിൽ LDF അവരെ സംബന്ധിച്ചതൊരു വല്ലാത്ത ഒരു ഡയലമ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം BJPയുടെ 3 അംഗങ്ങൾ അവിടെ ഉണ്ട്. അവരുയർത്തുന്ന വിമർശനങ്ങളെ അതിൻ്റെ വർഗീയമായ ഒരു ആംഗിൾ മാറ്റി നിർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തം ഒരുപക്ഷെ CPMനും LDFനും അവിടെ ഉണ്ടാവും. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഇപ്പോൾ PK അബ്ദുൾ റബ്ബ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ കേരളത്തിലെ സ്കൂളിലെ ബോർഡുകളുടെ ചായം പച്ചയാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറുത്ത ബോർഡായതുകൊണ്ടോ പച്ച ബോർഡായതുകൊണ്ടോ കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കും. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പച്ച ബോർഡാണ് എന്നുള്ള വസ്തുതയും അവിടെയുണ്ട്. അത് വലിയൊരു വിഷയമായി ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. അന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെ ആളുകൾ പോലും അതിനെ വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇനി അങ്ങോട്ട് അത്തരം സാധ്യമല്ല. അതെവിടെ എന്ന് പറഞ്ഞാൽ നേരത്തെ മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനങ്ങളെ, ഇത്തരം വിമർശനങ്ങളെ ഒരു പരിഹാസമായി ഒരു സാമുദായിക പാർട്ടിയിൽ നിന്നുള്ള നടപടികളെക്കുറിച്ചുള്ള പരിഹാസമായാണ് കേരളം പൊതുവെ എടുത്തിരുന്നത്. അതിനെ വർഗീയമായി ആണ് ഇനി അങ്ങോട്ട് എടുക്കപ്പെടുക എന്ന സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം BJPക്ക് വന്നിരിക്കുന്ന ഈ വളർച്ചയാണ്. കേരളത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വന്നിരിക്കുന്ന ഈ വളർച്ച കൊണ്ട് ഇനി അങ്ങോട്ട് ലീഗിൻ്റെ ഭാഗത്തുനിന്ന്, ലീഗ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്ന നടപടികൾ മുഴുവനും കൂടുതൽ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും. അതിന് പഴയ വിധത്തിൽ ഒരു കളിയാക്കലിൻ്റെ സ്വഭാവമല്ല, അതിനൊരു വെറുപ്പിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും സ്വഭാവമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അവിടെ രാജീവ് പറഞ്ഞ ഈ പ്രശ്നമുണ്ട്. നിയമസഭയിലും പുറത്തും നിങ്ങൾ ഒന്നാണ് എന്ന വിമർശനം ഭരണപക്ഷം ഉന്നയിക്കും, അതേസമയം തിരിച്ചും ഉണ്ടാകും. എനിക്കതിൽ ഏറ്റവും ക്രൂഷ്യലായ ഒരു പോയിൻ്റായി തോന്നുന്നത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPIM കൈക്കൊണ്ട അവർക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ ആ പാർട്ടി ഒരു ക്ലാരിറ്റി വരുത്തണം എന്നതാണ്. അതിൽ ഇന്നിപ്പോൾ SFIയുടെ ലീഡറുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിനെ ചാരി ഈ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന മട്ടിലുള്ള ആ തരത്തിലുള്ള ക്ലാരിറ്റി CPIMന് ഉണ്ടാവുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എനിക്ക് വേറൊരു കാര്യം കൂടെ അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് BJP നടത്തിയിരുന്നു. പാകിസ്ഥാൻ്റെ കൊടി ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രചരണം, പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രചരണം, ഇതൊക്കെ വലിയ തോതിൽ കേരളത്തിന് പുറത്ത് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി BJP ഉപയോഗിച്ചിരുന്നു. അതായത് ഇടതുപക്ഷവും കോൺഗ്രസും ശക്തമായ ഒരു സംസ്ഥാനത്ത് ഈ വിധത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പ്രചരിപ്പിക്കാനാണ് BJP അതിനെ ഉപയോഗിച്ചത്. ഇനി അങ്ങോട്ട് കേരളത്തിൽ BJPയുടെ പ്രചരണം ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സാദിഖ് അലി തങ്ങളുടെ കാല് പിടിക്കുന്ന വിധത്തിലുള്ള AI ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ പേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, അതൊരു പക്ഷേ കേരളത്തെക്കാൾ ഉപരി കേരളത്തിന് പുറത്ത്
BJPയുടെ അജണ്ട കേരളം നടത്താൻ. പൊതുവായും കേരളത്തിലെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുള്ള ഇമേജറീസ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് കേരളത്തിന് പുറത്താണ്. അതിപ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ല, പൊതുവായി കേരളത്തിൽ തന്നെ യഥാർത്ഥത്തിൽ കേരളത്തെ ഒന്നിച്ച് കെട്ടിയാണ് ആ പ്രചാരണം നടക്കുന്നത്. അതിൽ കോൺഗ്രസ് എന്നോ CPM എന്നോ മുസ്ലിം ലീഗ് എന്നോ വ്യത്യാസമില്ല. കേരളം പൊതുവായി ഇങ്ങനെ എന്ന മട്ടിലാണ് ആ പ്രചരണം നടക്കുന്നത്. അതിലേക്കെല്ലാം ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും. കേരള സ്റ്റോറി പക്ഷേ 1, 2 അതിൽ എന്നൊക്കെ വേറെ പറയുന്നത്. വഴിയൊന്നുമില്ല. ഇപ്പോൾ VD സതീശൻ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി ഓൾറെഡി തന്നെ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളെ വെറുതെ നോക്കി നിൽക്കുകയില്ല അക്കാര്യത്തിൽ എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായി വന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ കാര്യത്തിലും വലിയ ഒരു ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പല കോണിൽ നിന്നും അങ്ങേയറ്റത്തെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, അതിങ്ങനെ സ്പില്ല് ചെയ്യുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും ഉണ്ടായിട്ടും അതിനെ നേരിട്ടില്ല എന്ന് മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ അതിനെ എൻഡോസ് ചെയ്യുന്ന വിധത്തിലുള്ള നടപടികൾ കൂടി ഉണ്ടായി. അതിൻ്റെ എല്ലാം തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം പല വിദ്വേഷ പ്രസ്താവനകളോടും വളരെ എന്താ പറയുക, മാറി നിൽക്കുന്ന വിധത്തിലുള്ളൊരു ഒരു പ്രതികരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒറ്റ ഉദാഹരണം നമ്മൾ ഓരോ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പ്രസംഗിച്ചതിൻ്റെ പിറ്റേ ദിവസവുമാണ് 2 മന്ത്രിമാർ അവിടെ പോവുകയും അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹം വളരെ മഹാനായ മനുഷ്യനാണ് എന്ന് പുറമേക്ക് പറയുകയും ചെയ്ത് അത്തരം വിദ്വേഷ പ്രസ്താവനകളെ മുഴുവൻ എൻഡോസ് ചെയ്തുകൊണ്ട് കാഴ്ച കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ പലകുറി കണ്ടിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ വളരെ അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിലുള്ളൊരു വിദ്വേഷ പ്രസംഗം പല ഘട്ടങ്ങളിൽ നടത്തി. അതിൻ്റെ ഒരു പാരമ്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഒരു ഉറച്ച വിശ്വാസം ഈ ജനവിധി മറിച്ചാകുമായിരുന്നു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വീഴ്ചകൾ അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പുതിയ മുഖ്യമന്ത്രി പറയുന്നത് വിദ്വേഷ രാഷ്ട്രീയത്തോട് താൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ്. കോൺഗ്രസ് എന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിൻബലം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ നടപടിയെടുക്കാൻ കഴിയുമായിരിക്കാം ഒരു പക്ഷേ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത്ര എളുപ്പമല്ല ഇത്തരം ശക്തികളെ നിയമത്തിൻ്റെ നിലക്ക് നിർത്തുക എന്നത് അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അതായിരിക്കും ഏറ്റവും വലിയ പറഞ്ഞ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയുകയും നടപടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ CPM ലെഫ്റ്റോ ഈ പറയുന്ന സോക്കോൾഡ് മൃദുഹിന്ദുത്വ നിലപാടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് മൃദുഹിന്ദുത്വ നിലപാട് തുടർച്ചയായി എങ്കിൽ പോലും ഇപ്പോൾ കർണാടകയിൽ ഒരു ഹെയ്റ്റ് വിരുദ്ധ ബില്ല് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ തരത്തിലുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. അത്തരത്തിൽ കുറെ കൂടി പൊളിറ്റിക്കലി കൺവിൻസിംഗ് ആയ ഒരു നിലപാട് കേരളത്തിൽ നിന്ന് ചിലപ്പോൾ എടുക്കാൻ ഒരുപക്ഷെ പറ്റിയേക്കും. ഏതായാലും ഈ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ വിവാദമാകാൻ പോകുന്ന പ്രശ്നങ്ങളും ഈ ഒരു സാമുദായിക വർഗീയ സ്വഭാവമുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ തരത്തിൽ അത് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. റൈറ്റ്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കെ ഇത്തരം വിഷയങ്ങളോടൊക്കെ എടുത്ത വളരെ കർശനമായ നിലപാടുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരം വർഗീയമായ പ്രസ്താവനകൾ വന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ ആരും അതിനോട് പ്രതികരിക്കാതിരിക്കെ വളരെ ശക്തമായി അതിനോട് റിയാക്ട് ചെയ്ത ഒരാളാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രി പദം ഏൽക്കുന്നതിന് മുമ്പ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും ഒരു വർഗീയ വിഭജനം കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ പാകത്തിലുള്ളൊരു പ്രചാരണത്തിന് BJP ഹാൻഡിലുകൾ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അനുരണനങ്ങൾ BJPയുടെ ജനപ്രതിനിധികളായി സഭയിൽ എത്തുന്ന 3 പേർ നടത്താൻ സാധ്യത വളരെ ശക്തമായി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതിനോട് ഭരണപക്ഷവും ശരിക്കുള്ള പ്രതിപക്ഷവും എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.